ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അതെല്ലാം കേട്ടിട്ട് ചാടിക്കരുത്, നിങ്ങളുടെ ജോലി കളയുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. കാര്യം ഒഫീഷ്യലായിട്ട് പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറാനായിട്ട് തന്നെ നോക്കും. നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാം. നെക്സ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എക്സ്പയറി ഉണ്ട് 2 വർഷത്തെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയവരാണ്, ഈവൻ രജിസ്ട്രേഷൻ പോലും കഴിയാത്ത കുട്ടികൾ നിങ്ങൾക്ക് NHSലേക്ക് മാറണമെന്ന് തോന്നുകയാണ്. അവർ ചിലപ്പോൾ ഒരു കോൺട്രാക്ട് 3 ഇയേഴ്സിൻ്റെ വെച്ചിട്ടുണ്ടായിരിക്കാം. ഉള്ളിലുള്ള ഒരു വിശ്വാസം നിങ്ങൾ ഒരിക്കലും കളയരുത്. നിങ്ങൾ നഴ്സിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട്. ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ മല്ലു നഴ്സിംഗ് കപ്പിൾ. ഞാൻ യദുകൃഷ്ണ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് UK NHSൻ്റെ റിക്രൂട്ട്മെൻറ്റ് റെസ്യൂം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ, പിന്നെ അതുപോലെ തന്നെ സ്കാംസ്, ഒരുപാട് ഇൻ്റർവ്യൂസിൻ്റെ പേരിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ മുതലാക്കിയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂ സ്കാംസ് വരുന്നുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തിരിച്ചറിയാം, അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് എങ്ങനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണാൻ എന്തായാലും. ഓക്കെ, സോ ഇൻ്റർവ്യൂ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോഴും നേരത്തെ പോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്രീസ് സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അങ്ങിങ്ങായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇൻ്റർവ്യൂസ് വരുന്നതല്ലാതെ ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഇപ്പം കഴിഞ്ഞ പോലത്തെ നോർക്കയുടെയോ അല്ലെങ്കിൽ NWൻ്റെ പോലത്തെ തന്നെ ഇൻ്റർവ്യൂസിൻ്റെ ഒന്നും തന്നെ അനൗൺസ്മെൻറ്റ് ഇതുവരെയും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ഹോപ്പ്ഫുള്ളി എൻഡ് ഓഫ് ദിസ് ഇയർ, ഒരു നവംബർ ഡിസംബറോട് കൂടി പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലാണ് ഇൻഫർമേഷൻസ് ഒക്കെ വരുന്നത്. പക്ഷേ അതൊന്നും തന്നെ കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അങ്ങനെ എന്ത് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഉറപ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സെനാരിയോ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരുപാട് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, 2 ഇയേഴ്സോ 3 ഇയേഴ്സോ എക്സ്പീരിയൻസ് ഉള്ളവരോ GCC കൺട്രീസിലോ അല്ലെങ്കിൽ സൗദിയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രിഫറൻസ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂസ് എൻഡോസ്കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിലേക്കും തിയേറ്റേഴ്സിലേക്കും ICUസിലേക്കും PICUലേക്കും NICUലേക്കുള്ളൊക്കെ ഇൻ്റർവ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1-2 ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ ഫ്യൂ വാക്കൻസീസ് ആയിട്ട് പല ഏജൻസികളുടെ അടുത്തുനിന്നും വരുന്നുണ്ട്. നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിനകത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് റെഗുലർലി. അപ്പോൾ നിങ്ങൾ അതേപോലത്തെ കാറ്റഗറീസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്ക് വരുന്ന ഇൻ്റർവ്യൂസ് അതിൽ നിങ്ങൾ OETയും CBTയും ഇപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആണ്. അവരുടെ പറയുന്ന എസെൻഷ്യൽ ഒരുപാട് ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. അത്രയും കട്ട് ഷോട്ട് ചെയ്തിട്ടാണ് അവർ ഇൻ്റർവ്യൂസ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും വളരെ റയറായിട്ട് വളരെ കുറച്ച് വാക്കൻസീസ് മാത്രമാണ്. അപ്പം ഇൻ്റർവ്യൂസ് കംപ്ലീറ്റ്ലി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്ക്ലിയിൽ 2-3 ഇൻ്റർവ്യൂസോ വാക്കൻസീസിൻ്റെ അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സ് വരാറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ പ്രോപ്പറായിട്ട് ആ ഏജൻസി പറയുന്ന അല്ലെങ്കിൽ ആ ഏജൻസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുക. പക്ഷേ സ്റ്റിൽ ഏത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യാതൊരു ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അല്ലാതെ പല ഏജൻസികളും ചിലപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാം. നെക്സ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാശ് തട്ടിക്കുന്നുണ്ട് കുറേ കുട്ടികളുടെ നിന്ന്. ഒരുപാട് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കംപ്ലയിൻസ് പോലെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ റീസെൻ്റായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ നിങ്ങളെ പ്രയോറിറ്റൈസ് വെക്കാനോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും തന്നെ വരത്തില്ല. ഇൻ്റർവ്യൂസ് വരുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂ പാനലോ ആ ട്രസ്റ്റിൻ്റെയോ ഡിസ്ക്രിപ്ഷനാണ് നിങ്ങളെ സെലക്ട് ചെയ്യുക വേണ്ടതെന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും. ഓക്കെ, ഇടയ്ക്ക് പ്രൈവറ്റ് UK ഹോസ്പിറ്റൽസിലേക്കുള്ള ഇൻ്റർവ്യൂസും ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ NHSലേക്കുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറാനായിട്ട് തന്നെ നോക്കുന്നതാണെങ്കിലും, ബിക്കോസ് നിങ്ങൾ വന്നു കഴിഞ്ഞ് ഇൻ കേസ് നിങ്ങൾക്ക് പിന്നീട് മാറി NHSലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാൻ ഈസിയാണ് എന്തായാലും. കാര്യം ഒരു പിൻ നമ്പറോട് കൂടിയായിരിക്കും, അല്ലെങ്കിൽ പിൻ നമ്പർ കാര്യങ്ങളെല്ലാം കിട്ടിയതിന് ശേഷമേ നിങ്ങൾക്ക് പ്രൈവറ്റിലാണെങ്കിൽ രജിസ്റ്റർ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് NHSലേക്ക് മാറണമെന്ന് തോന്നുകയാണ്, അവർ ചിലപ്പോൾ ഒരു കോൺട്രാക്ട് 3 ഇയേഴ്സിൻ്റെ വെച്ചിട്ടുണ്ടായിരിക്കാം. അതിനുശേഷമാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് മാറാൻ പറ്റും. പക്ഷേ ഇപ്പോൾ വരാനുള്ള ഓപ്ഷനിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് നോക്കുക. പക്ഷേ ഈവൻ പ്രൈവറ്റ് ആണെങ്കിൽ പോലും വേറെ ചിലവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. ഇതുപോലെ തന്നെ മിക്കവാറുള്ള ഒരുപാട് റീഇംബേഴ്സ്മെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ NHS എത്ര തരുന്നു അത്രയും പോലും ചിലപ്പോൾ കാണില്ല. ചില ട്രസ്റ്റുകൾ ഡിപ്പെൻസ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഡിപ്പെൻസ് അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലെ ഇരിക്കും ഏതെല്ലാം രീതിയിൽ സ്പോൺസർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. ഈ ഇടയ്ക്ക് ഞാനിപ്പോൾ ലണ്ടനിൽ വന്നിട്ടുള്ള തിയേറ്റർ വാക്കൻസീസും അല്ലെങ്കിൽ അയർലൻഡിൻ്റെ വാക്കൻസീസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈവൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയർലൻഡ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയർലൻഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം പാരലലി. റിക്രൂട്ട്മെൻറ്റ് കുറച്ച് അല്ലെങ്കിൽ അവിടുത്തെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം കുറച്ച് ഡിലേ ആണെങ്കിലും അവർക്കിപ്പോൾ വാക്കൻസീസ് ഓപ്പൺ ആണ്. പക്ഷേ ഇപ്പോഴത്തെ മിക്കവാറും അയർലൻഡിലുള്ള ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ ചോദിക്കുന്നത് നിയർലി ഒരു 2 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു ഏജൻസിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ സർട്ടൻ ക്രൈറ്റീരിയാസോ അല്ലെങ്കിൽ എസെൻഷ്യൽ ക്രൈറ്റീരിയോ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രം ഫർദർ കാര്യങ്ങളിലോട്ട് പ്രോസസ്സ് ചെയ്യുക. അതായത് ഫീസസോ കാര്യങ്ങളൊക്കെ ചാർജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ മീറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യത്തിലോട്ട് പോവുക എന്തായാലും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഈ ഒരു സാഹചര്യത്തിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഇൻ്റർവ്യൂസ് വരാതിരിക്കുന്ന സാഹചര്യത്തിലും അല്ലെങ്കിൽ OET IELTS ഒക്കെ എക്സ്പയർ ആകാൻ പോകുന്ന സാഹചര്യത്തിലും ഈ ഒരു അവസരം മുതലെടുത്ത് ഒരുപാട് ഉഡായിപ്പ് സ്കീമുമായിട്ട് കുറേ ഏജൻസികൾ ഇറങ്ങിയിട്ടുണ്ട്.
പേര് പോലും കേട്ടിട്ടില്ലാത്ത കുറേ ഏജൻസീസ് ഇറങ്ങിയിട്ടുണ്ട്. ഈവൻ അവർ മലയാളത്തിൽ ഫുൾ മെസ്സേജ് ഇട്ടിട്ട് ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പർ മാത്രമായിരിക്കും ചിലപ്പോൾ കൊടുക്കണേ ഈ കാര്യങ്ങളുള്ളത്. അതായത് നിങ്ങളുടെ അടുത്ത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താ, ലൈക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് കിട്ടുന്നില്ല, അതാണ് ഇതാണ്. അപ്പോൾ പക്ഷേ ഞങ്ങൾക്കൊരു ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ പ്രയോറിറ്റൈസ് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം, ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് മുൻഗണന കിട്ടും, നിങ്ങൾക്ക് സെലക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളെല്ലാവരും തന്നെ നേഴ്സസാണ് അല്ലേ. അപ്പം നമ്മൾ പലതായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഒരുപാട് ഹാർഡ്ഷിപ്പിൽ കൂടെ നമ്മൾ പോയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പം നമുക്ക് അറിയാം എന്തെങ്കിലും ഒരു ഹാർഡ്ഷിപ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ ബൗൺസ് ബാക്ക് ചെയ്ത് നോർമലായിട്ട് നമ്മുടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകാൻ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ഇല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും കടന്നു പോകും എന്തായാലും. ഓക്കെ, ഈ ഒരു UK എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് ചെറിയൊരു ഡിലേ വന്നു അല്ലെങ്കിൽ ഒരു ലാഗ് വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നഴ്സിങ്ങിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഓപ്പർച്യൂണിറ്റി ഒന്നും തന്നെ നിൽക്കാൻ പോകുന്നില്ല. ഒരു വാസ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡാണ് ഈ നഴ്സിംഗ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ബൗൺസ് ബാക്ക് ചെയ്യുക, നിങ്ങൾ ബാക്ക് ടു നോർമലിലോട്ട് വരിക. അല്ലാതെ ഇതൊരു ഹോപ്പ്ലെസ് സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. ഓക്കെ, ഒരുപാട് അവസരങ്ങൾ, 100,000 അവസരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മേ ബി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാനും അന്വേഷിക്കാനുള്ളൊരു സമയമായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജോലി ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് OET പാസ്സായി CBT പാസ്സായി എന്ന് കഴിഞ്ഞിട്ട് ചാടിക്കയറി റെസിഗ്നേഷൻ ഒന്നും തന്നെ വെച്ച് കളയരുത്. കാര്യം നിങ്ങളുടെ ജോലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്രൈറ്റീരിയയിൽ അവർ സ്റ്റിൽ വർക്കിംഗ് അല്ലെങ്കിൽ മോർ ദാൻ 1 ഇയറിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മോർ ദാൻ 6 മന്ത്സിൻ്റെ എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പുതിയതായിട്ട് ഫ്രഷേഴ്സായിട്ട് ഇപ്പോൾ പഠിച്ചിറങ്ങി അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന കുട്ടികൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു മെയിൻ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ചാടിക്കയറി ഇപ്പോൾ നിങ്ങളുടെ OET കാര്യങ്ങളൊന്നും തന്നെ എഴുതാതിരിക്കുക, OET IELTS ഒന്നും തന്നെ എഴുതാതിരിക്കുക. കാര്യം അത് എക്സ്പയറി ഉണ്ട് 2 വർഷത്തെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയവരാണ്. ഈവൻ രജിസ്ട്രേഷൻ പോലും കഴിയാത്ത കുട്ടികൾ ഇപ്പോൾ റീസെൻ്റായിട്ട് അവരുടെ OET കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അവർക്ക് OET കിട്ടി, നല്ല കാര്യമാണ്. OET നേരത്തെ എഴുതി വെക്കുന്നത്. നമുക്ക് കുറച്ച് നാൾക്ക് മുന്നേ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ടൈമിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ OET എഴുതുന്നു, വിത്തൗട്ട് ഈവൻ എക്സ്പീരിയൻസ് പോലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, 1-2 വർഷം മുന്നേ. പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ വേണ്ട എന്നല്ല പറയണേ. അതേസമയം നിങ്ങൾ ഫ്രഷറായിട്ട് ഇറങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് നോക്കാം, നിങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് നോക്കാം, അല്ലെങ്കിൽ ഈ GCC കൺട്രീസിലേക്ക് പോകുന്ന രീതിയിലുള്ള HADൻ്റെയോ MOHൻ്റെയോ അങ്ങനത്തെ DHA പോലത്തെ എക്സാംസോ അല്ലെങ്കിൽ NCLEX പോലത്തെ എക്സാംസോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ ഇപ്പോൾ NORCETൻ്റെ എക്സാംസ് ഒരുപാട്, സെൻട്രൽ ഗവൺമെൻറ് സാലറി തന്നെ. കാര്യം ഞാൻ സെൻട്രൽ ഗവൺമെൻറ് വർക്ക് ചെയ്ത ഒരാളാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം ആ ഓരോ ഫേസസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ UK അല്ലെങ്കിൽ OET എഴുതി ബാക്കിയുള്ളതിലോട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയ ഒരാൾ, നിങ്ങൾക്കൊരു ഫ്രഷ് ബ്രെയിനാണുള്ളത്. അപ്പോൾ അത്രയും ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു ബ്രെയിനിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ നഴ്സിംഗ് തിയറീസോ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സാംസ് നിങ്ങൾക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു സ്റ്റേബിൾ ജോബിലോട്ട് നിങ്ങൾക്ക് കയറാം. എന്നിട്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടല്ലോ എന്തായാലും. കാര്യം നല്ലൊരു സാലറി ഏൺ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ജോലിക്ക് കയറി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ OETയിലോട്ടുള്ള കാര്യങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വർക്കിങ്ങും ആണ്, പ്ലസ് ഈ ഒരു സിറ്റുവേഷനെല്ലാം മാറി വാക്കൻസീസും കാര്യങ്ങളെല്ലാം ഒന്ന് ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു 6 മാസം തൊട്ട് 1 ഇയറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം ഏതാ നിങ്ങൾ എബ്രോഡ് പോകേണ്ട ആവശ്യമുണ്ടോ, അത് ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഏതൊക്കെ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ് സെൻട്രൽ ഗവൺമെൻറ്റിലോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൊക്കെ കയറി കഴിഞ്ഞാലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പ്രോഗ്രഷൻ എന്താണ്, അല്ലെങ്കിൽ നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, അതെല്ലാം ഞാൻ പറയുന്നതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ജോബ് കിട്ടുക, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുക, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം മോർ ദാൻ ഒരു 15,000 to 20,000 നഴ്സസ് വരെ ഇപ്പോൾ ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കോമ്പീറ്റൻ്റ് ആയിരിക്കണം. നിങ്ങളുടെ CVക്കകത്ത് നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ വേണം. എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ നിങ്ങളെ ഷോക്കേസ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങളെ സെല് ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ടോ, അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റിയിരിക്കണം ഉറപ്പായിട്ടും. ഓക്കെ, കാര്യം ആ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇതേപോലത്തെ ജോബ്സ് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുക. ഞാൻ മെയിനായിട്ട് ഫ്രഷേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്റ്റിൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ നല്ല നല്ല ഹോസ്പിറ്റൽസിലോട്ട് മാറാനുള്ള എന്തെങ്കിലും നല്ല നല്ല അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അതിലോട്ട് നിങ്ങൾ മാറാനായിട്ട് നോക്കുക. പുറത്തുള്ള ആൾക്കാർ, പുറത്ത് രാജ്യത്ത്, അതായത് GCCയിലോ അല്ലെങ്കിൽ സൗദിയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, കുവൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ജോബ് കണ്ടിന്യൂ ചെയ്യുക. കാര്യം നല്ലൊരു ജോബ് കിട്ടുക എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് റിസ്ക്കി ആയിട്ടുള്ള സിറ്റുവേഷനാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ ഉള്ള ജോലി കളയാതിരിക്കുക അണ്ടിൽ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് COS കിട്ടുന്ന ഇടം വരെയും എന്തായാലും. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സിറ്റുവേഷൻ മാറും. സോ അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം നിങ്ങൾ ഒരിക്കലും കളയരുത്.
നിങ്ങൾ നഴ്സിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ അതിലുള്ളൊരു വിശ്വാസം നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കളയരുത്. റെസിലിയൻസ് എന്ന് പറയും. ഓക്കെ, അത് ഓൾവേസ് നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ കൊണ്ടുപോവുക. നിങ്ങൾ ബൗൺസ് ബാക്ക് ചെയ്യുക. നമ്മൾ നഴ്സസ് ആണ്. വി ക്യാൻ ഡു ഇറ്റ് ആൻഡ് വി വിൽ ഡു ഇറ്റ് ടുഗദർ. ഓക്കെ, അപ്പോൾ നിങ്ങളെ എന്തിനും മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുണ്ട്. എനിക്ക് പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിന് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഓപ്ഷൻസും ഈ ചാനലിൽ കൂടെയോ നമ്മുടെ പ്ലാറ്റ്ഫോംസിൽ കൂടെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഗ്രൂപ്പ് വഴിയും വാട്സപ്പ് ചാനലിലുള്ള സ്റ്റാറ്റസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറേ കുട്ടികൾക്ക് ചാൻസസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവരുടെ എല്ലാം തന്നെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളും ഫീഡ്ബാക്സും ഒക്കെ തന്നെ അപ്കമിങ് ഡേയ്സിൽ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൂടെ യൂട്യൂബിൽ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാം. അവരെങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസിലോട്ട് എത്തി, അവരെങ്ങനെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു, ആ കാര്യങ്ങളൊക്കെ. ആൻഡ് പല ഡിഫറെൻറ്റ് ജോബ്സിലോട്ട് പോയ കുട്ടികളുടെ ഇൻ്റർവ്യൂസ് ഞാൻ നടത്തുന്നുണ്ട്. അവരെന്തുകൊണ്ട് അതിലോട്ട് മാറി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് അവർക്ക് ബെനിഫിറ്റഡ് ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് ഒരിക്കലും ഹോപ്പ്ലെസ് ആകരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ജെനുവിൻ ആയിട്ടുള്ള ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസീസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഗ്രൂപ്പിൽ കയറാം. ഒരു ബഞ്ച് ഓഫ് നല്ല നല്ല ആൾക്കാരുള്ളൊരു ഗ്രൂപ്പാണെന്ന് പറയുന്നത്. ആ കുട്ടികളെല്ലാവരും തന്നെ, ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ സഹായിക്കുകയാണ് മ്യൂച്വൽ ആ ഗ്രൂപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ, അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ലിങ്കും കാര്യങ്ങളും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ വാട്സപ്പ് ചാനലിലായിരിക്കും നമ്മൾ എപ്പോഴും ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേറ്റും റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ്സും കറണ്ട് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ റീസെൻറ്റ് ട്രെൻഡ്സ് നിങ്ങളൊന്നും തന്നെ മിസ്സാവില്ല. നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആ ലണ്ടൻ്റെ വാക്കൻസീൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ട ഉടനെ തന്നെ ഏകദേശം ഇതിനൊരു 2 to 3 hours തന്നെ ആ ഏജൻസിയുടെ വെബ്സൈറ്റിൽ നിന്ന് അവരത് മാറ്റി. ബിക്കോസ് അവരുടെ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ അവർക്ക് ഫിൽഡായി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ് ഈ ഒരു സെനാരിയോയിൽ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാം. ഓക്കെ, അതുപോലെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂസസും കാര്യങ്ങളൊക്കെ തന്നെ പല വീഡിയോസിൽ കൂടെ വരുന്നുണ്ട്. ഇൻ്റർവ്യൂ റെസ്യൂം ചെയ്യാൻ പോവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അതെല്ലാം കേട്ടിട്ട് ചാടിക്കരുത്, നിങ്ങളുടെ ജോലി കളയുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. കാര്യം ഒഫീഷ്യലായി ഒരു അനൗൺസ്മെൻറ്റോ ഇൻ്റർവ്യൂസിൻ്റെ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, ഫർദർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. കാര്യം ഇതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് കാണും നിങ്ങൾക്ക്. അവരിലേക്ക് എല്ലാവർക്കും തന്നെ നിങ്ങൾ മാക്സിമം ഇത് എത്തിക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ നമ്മൾ മാക്സിമം ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ CBT OET ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ, എബ്രോഡ് നഴ്സിംഗ് ജോബ്സിൻ്റെ കാര്യങ്ങൾ, ഇപ്പോഴത്തെ നഴ്സിംഗ് ട്രെൻഡ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ പറയുന്ന ഒരു ചാനലാണ് ഈ ഒരു മല്ലു നഴ്സിംഗ് കപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദു കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.